ആർക്കു വേണ്ടിയാണ് നമ്മുടെ ജീവിതം ഹോമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെലവഴിക്കുന്നത്? ഉമ്മമാരെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഉപ്പമാരെ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മക്കളെ സ്നേഹിക്കുന്നുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, കുടുംബങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഉസ്താദുമാരെ സ്നേഹിക്കുന്നുണ്ട്. അവരെയൊക്കെ സ്നേഹിക്കുമ്പോ അതിന് ചില കാരണങ്ങളുണ്ട്. ഉമ്മമാരെ സ്നേഹിക്കുന്നത് വലഖദ് വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈനി അനിഷ്കുർ ലീ വലിവാലിദൈക്. 10 മാസം ഗർഭം ചുമന്ന ഉമ്മ, 2 വർഷക്കാലം മുലപ്പാല് തന്ന ഉമ്മ, 10-15 വയസ്സുവരെ പോറ്റു വളർത്തിയ ഉമ്മ, വസ്ത്രം വാങ്ങിച്ചു തന്ന ഉമ്മ, നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ഉറങ്ങാതെ രാത്രി ചെലവഴിക്കുന്ന മാതാവ്, നമ്മൾക്ക് ഉറക്കമില്ലെങ്കിൽ ഉമ്മയ്ക്കും ഉറക്കമില്ലല്ലോ, നമ്മൾ വിശന്നാൽ ഉമ്മയും പട്ടിണി കിടക്കുന്ന, നമ്മൾക്ക് രോഗമുണ്ടായാൽ സ്വയമേ രോഗിയാകുന്ന മാതാവ്, ആ മാതാവിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മൾക്ക് ഒരുപാട് ഉപകാരം ഇങ്ങോട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഉപ്പമാരെ സ്നേഹിക്കുന്നു എന്തിന്? ഉപ്പമാര് നമ്മൾക്ക് നൽകുന്ന സഹായങ്ങൾ പറഞ്ഞാലും തീരാത്ത നമ്മുടെ പരിധികൾക്കപ്പുറത്താണ് ഉപ്പമാരുടെ സ്നേഹവും സഹായവും. അതുകൊണ്ട് ഉപ്പമാരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഉസ്താദുമാരെ സ്നേഹിക്കുന്നു, അവരാണ് നമ്മൾക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്നത്. മക്കളെ സ്നേഹിക്കുന്നു, അവരാണ് നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷകൾ, നമ്മുടെ മക്കളാണ്. ഭാര്യമാരെ സ്നേഹിക്കുന്നു, അവരാണ് നമ്മുടെ താങ്ങും തണലുമായി നമ്മുടെ കൂടെ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരൊക്കെയോ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്നാൽ ഒരു ഉപകാരമില്ലാതെ, ഒരു കാരണവുമില്ലാതെ നമ്മുടെ ന്യൂജൻ ചെറുപ്പക്കാർ ചില ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി സംവാദം നടത്തുന്നുണ്ട്, അവർക്ക് വേണ്ടി തർക്കങ്ങൾ നടത്തുന്നുണ്ട്. വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്നോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. എന്റെ അടിമ്പായി ജാറം മക്കാം ഉറൂസിനോടനുബന്ധിച്ച് ചടേക്കാലിലുള്ള ഈ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ടാകും, ചില വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ടാകും. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ സമയം ചെലവഴിക്കുന്ന ചില സെലിബ്രിറ്റികൾ, കളിക്കാരാവട്ടെ, സിനിമാ നടന്മാരാവട്ടെ, ചർച്ചയാണല്ലോ സോഷ്യൽ മീഡിയകളിൽ, ക്ലബ്ബുകളിൽ, വീടുകളിൽ, ക്യാമ്പസുകളിൽ, പള്ളിയിൽ പോയാൽ പള്ളിയുടെ വരാന്തകളിലും ചർച്ചകളാണ്. കളിക്കാരെ കുറിച്ച്, കളികളെ കുറിച്ച്, സിനിമക്കാരെ കുറിച്ച്, സിനിമയെക്കുറിച്ച്, സെലിബ്രിറ്റികളെ കുറിച്ച് ചർച്ച. അവർക്ക് വേണ്ടിയിട്ടുള്ള സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, അവർക്ക് വേണ്ടി ലക്ഷോപലക്ഷങ്ങൾ ചെലവഴിക്കുന്ന കാലം, അവർക്ക് വേണ്ടി പന്തയം വെച്ച് തന്റെ 10 സെന്റ് സ്ഥലം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എന്തിനാണ്, എന്ത് കാരണത്താലാണ് സ്നേഹിക്കുന്നത്? ഉമ്മമാരെ സ്നേഹിക്കുന്നതിനും, ഉപ്പമാരെ സ്നേഹിക്കുന്നതിനും, ഭാര്യമാരെ സ്നേഹിക്കുന്നതിനും, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നതിനും, മക്കളെ സ്നേഹിക്കുന്നതിനും വ്യക്തമായ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ആലോചിക്ക്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എന്റെ ഉപ്പയെക്കാളും എന്റെ ഉമ്മയെക്കാളും ഞാൻ അങ്ങയെയാണ് നബിയെ ഏറ്റവും നല്ല ആളായി കാണുന്നത്. എന്റെ ഉമ്മയല്ല എനിക്ക് വലുത്, എന്റെ ഉപ്പയല്ല എനിക്ക് വലുത്, എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല എനിക്ക് വലുത്. ഖുലിൻ കാന ആബാഅകും വഅബ്നാഉകും വഅസ്വാജുകും وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله. الله تعالى പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ, നബിയെ താങ്കൾ ചോദിക്കണം. ഇൻ കാന ആബാഉകും, നിങ്ങളുടെ ഉപ്പമാരെയാണോ, നിങ്ങളുടെ ഉമ്മമാരെയാണോ, നിങ്ങളുടെ മക്കളെയാണോ, ചങ്ങാതിമാരെയാണോ, സമ്പത്തിനെയാണോ,
ബിസിനസിനെയാണോ, നിങ്ങളുടെ അമ്പരച്ചുംബിയായ വീടുകളെയാണോ? ആരോടാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെക്കാളും അവന്റെ ഹബീബിനെക്കാളും സ്നേഹമുള്ളത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അവിടെ സിനിമാ നടന്മാരുടെ പേര് പറയുന്നില്ല, കളിക്കാരുടെ പേര് പറയുന്നില്ല. കാരണം അവർ സ്നേഹിക്കപ്പെടേണ്ടവരല്ല. മനസ്സിലായില്ല? അല്ലാഹു ചോദിക്കുന്നത് ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും. ഉപ്പമാരോടാണോ? ഉപ്പമാരെ സ്നേഹിക്കേണ്ടതുണ്ട്. മക്കളോടാണോ? മക്കളെയും സ്നേഹിക്കേണ്ടതുണ്ട്. കുടുംബക്കാരെയാണോ? കുടുംബക്കാരെയും സ്നേഹിക്കേണ്ടതുണ്ട്. ഭാര്യമാരെയാണോ? അവരെയും സ്നേഹിക്കേണ്ടതുണ്ട്. സമ്പത്തിനെയാണോ? സമ്പത്തിനെയും സ്നേഹിച്ചേക്കാം. നിങ്ങളുടെ വീടിനോടാണോ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനെക്കാളും അള്ളാഹുവിനെക്കാളും ഇഷ്ടമുള്ളത് എങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അല്ലാഹുവിന്റെ ഒരു കൽപ്പന, അല്ലാഹുവിന്റെ ഭയാനകമായ ഭവിഷ്യത്ത് നിങ്ങളിലേക്ക് വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നോ? അല്ലാഹു വെറുതെ വിടൂല. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ചമ്മാടികളായ ആളുകളെ അല്ലാഹു ഹിദായത്ത് നൽകുകയേ ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിനെക്കാൾ പ്രാധാന്യം ഉപ്പയ്ക്ക് നൽകുന്നവൻ തമ്മാടിയാണ്, ഉമ്മയ്ക്ക് നൽകുന്നവൻ തമ്മാടിയാണ്, മക്കൾക്ക് നൽകുന്നവൻ ഫാസിഖാണ്, സമ്പത്തിന് നൽകുന്നവൻ തമ്മാടിയാണ്. ഖുർആനിന്റെ വാക്യമാണിത്. അവർ നന്നാവൂല. ഇനി നിങ്ങൾ ആലോചിക്കുക, കളിക്കാർക്ക് നൽകുന്നവരോ സിനിമക്കാർക്ക് നൽകുന്നവരോ? ഒരു കളി നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച. ഞാൻ എന്നും ഒരു ഗ്രൂപ്പ് കാണാറുണ്ട്. ഏത് ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നില്ല. രാവിലെ എണീറ്റ ഫേസ്ബുക്ക് തുറന്നാൽ ഒരു ഗ്രൂപ്പ് കാണും. ഇന്ന് രാത്രി നടക്കുന്ന IPL, അതിൽ ആരാണ് കൂടുതൽ സ്കോർ ചെയ്യുക, എന്നാൽ ഇന്ന വ്യക്തി എത്ര സ്കോർ ചെയ്യും, അത് കൃത്യമായി ഉത്തരം പറഞ്ഞ ആൾക്ക് ഒരാൾ സ്പോൺസർ. എന്നാ അയാളെ വിളിച്ചിട്ട് നമ്മുടെ മക്കാമ് കെട്ടാണ്, ഒരു സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കോ? ഓടിയ ഓട്ടം പുല്ലുപോലും മുളക്കൂല. അവിടെ വരെ കാണൂല. കളിക്ക് വേണ്ടി എത്ര സ്പോൺസർ ചെയ്യാൻ. ഇനി ഒരു ഫ്ലക്സ് വെക്കണോ? IPL ടീമിന്റെ പേരിൽ ഫ്ലക്സ് വെക്കാൻ ഞാൻ തരാം, പിടിച്ചൊരു 2000 രൂപ. ആലോചിക്കാൻ വേണ്ടി പറയാൻ. എനിക്ക് ഇന്ന് ഒരാൾ പറഞ്ഞു, കളിയുടെ ഒരു പന്തയം വെച്ചിട്ട് 10 സെന്റോ 30 സെന്റോ നഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ പതിയടക്ക മേഖലയിലുണ്ട്. അവരോടാണ് ഈ ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും അള്ളാഹുവിനെക്കാളും ഉമ്മമാരെയും ഉപ്പമാരെയും മക്കളെയും കുടുംബക്കാരെയും സമ്പത്തിനെയും വീടിനോടും സ്നേഹമുണ്ടായാൽ അവര് പോലും ചമ്മാടികളുടെ ലിസ്റ്റിലാണ് അള്ളാഹു കണ്ടതെങ്കിൽ നമ്മൾക്ക് യാതൊരു ഉപകാരം ചെയ്യാത്ത, നമ്മെ ഓർക്കുക പോലും ചെയ്യാത്ത, ജീവിതത്തിൽ ഇന്നവരെ സമുദായത്തിനൊരു നേട്ടം പോലും നൽകാത്ത ഈ സിനിമക്കാരും കളിക്കാരും അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് ചെറുപ്പക്കാരാ പറയാൻ പോവുക? എന്ത് സമാധാനമാണ്? ഫേസ്ബുക്കിൽ നടന്ന സംവാദങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന സംവാദങ്ങൾ, ക്ലബ്ബുകളിൽ നടന്ന സംവാദങ്ങൾ, നമ്മുടെ പീഡികത്തിണ്ണയിലിരുന്നിട്ട് നടത്തിയ സംവാദങ്ങൾ, അതിന് അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് നമ്മൾ പറയാൻ പോവുക? നിന്റെ വയസ്സിനെ കുറിച്ചും നിന്റെ യുവത്വത്തെ കുറിച്ചും അള്ളാഹു ചോദിക്കാതെ നിന്റെ കാൽപാദങ്ങളെ അനക്കാൻ പറ്റൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ചിന്തിക്കണം. ഇനി ആലോചിക്ക്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ആമുഖമായിട്ട് ഞാൻ ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ആർക്കു വേണ്ടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കേണ്ടത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് ഞാനൊരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്റെ സവിശേഷത എന്ത്? ആ പ്രവാചകന്റെ സവിശേഷത എന്ത്? ആ പ്രവാചകന്റെ പ്രത്യേകത എന്ത്? അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ ആ ഹബീബിന് അത് വേദനയാണ്, അത് പ്രയാസമാണ്, സഹിക്കാൻ പറ്റൂല. നമ്മൾക്ക് വേദന ഉണ്ടാകുമ്പോ നബി തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് പ്രത്യേകമായി താല്പര്യം കാണിക്കുന്ന ആളാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും മയത്തിന്റെയും വല്ലാത്ത സ്വൽസ്വഭാവത്തിന്റെയും ഉടമയായ ആ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നിങ്ങളെ ഓർത്ത് മരിച്ച് നാളെ മഹ്ശറയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സുജൂദ് ചെയ്ത് നമ്മളിൽപ്പെട്ട ആരെങ്കിലും നരകത്തിൽ കിടക്കുമ്പോ അല്ലാഹുവിനോട് സംവാദം നടത്തി അവസാനത്തെ ആളെയും നരകത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മഹാനുഭാവൻ. അവർക്ക് വേണ്ടിയല്ലേ നമ്മുടെ ജീവിതം നമ്മൾ ചെലവഴിക്കേണ്ടത്. അല്ലാതെ നമ്മെ ഓർക്കാതെ ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾക്ക് ഒരു ഉപകാരം ചെയ്യാതെ നമ്മളെ കണ്ടാൽ പോലും തിരിച്ചു നോക്കാത്ത ഒരു സഹായം പോലും ചെയ്യാത്ത ഈ സെലിബ്രിറ്റികൾക്ക് വേണ്ടിയാണോ നമ്മുടെ ജീവിതം ഹോമിക്കപ്പെടേണ്ടത്? ആലോചിക്കണം നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീവി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കാണുന്നുണ്ട്. ത്വീബ നഫ്സിൻ, നല്ല സുസ്മേരവദനായി കാണുന്നുണ്ട്, നല്ല പുഞ്ചിരി തൂകുന്ന സന്തോഷമുള്ള മുഖം കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, മുത്തുനബിയേ, ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത്, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ ആയിഷക്ക് നീ മാപ്പ് നൽകണമേ അല്ലാഹ്, അല്ലാഹുവേ ആയിഷയുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ്. മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ, ആയിഷ ബീവി ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വമാ തഅഖർ, ആയിഷ ബീവി ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങളും നീ പുറത്തു കൊടുക്കണമേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോ ആയിഷ ബീവിക്ക് സന്തോഷം കൊണ്ട് ആയിഷ ബീവി തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ച് ഹബീബിന്റെ മടിത്തട്ടിലേക്ക് വീഴുകയാണ്. ആ ഒരു ചിരി കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ആയിഷ അയസുറുകി ദുആഇ, എന്റെ ഈ പ്രാർത്ഥന ആയിഷ നിനക്ക് സന്തോഷം നൽകിയിട്ടുണ്ടോ? ഞാൻ ഈ പ്രാർത്ഥിച്ചപ്പോ, ഞാൻ ഈ ദുആ ചെയ്തപ്പോ ആയിഷ നിനക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞത്, യാ റസൂലല്ലാഹ് വമാ ലീ ലാ യസുറുനി ദുആഉക്, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താൽ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്റെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ ഞാൻ എങ്ങനെയാണ് നബിയെ സന്തോഷിക്കാതിരിക്കുക എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിച്ചപ്പോഴാണ് അവിടെ ഒരു യാഥാർത്ഥ്യം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, എന്റെ ചെറുപ്പക്കാരാ, എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഹബീബ് ആയിഷയോട് പറയുന്ന മറുപടിയുണ്ട്. മനസ്സിൽ അല്പം പോലും കാരുണ്യത്തിന്റെ കടാക്ഷത്തിന്റെ ഒരു അല്പമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ ഒരണുമണി തൂക്കം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ കുത്തിവെക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയോട് പറയുന്ന മറുപടി. എന്നാൽ ആയിഷ, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഇന്നഹാ ലദഅവതി, ഈ ദുആയാണ്, ഈ പ്രാർത്ഥനയാണ് ഞാൻ എന്നും ദുആ ചെയ്യുന്നത്, ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എല്ലാ നിസ്കാരത്തിലും ഈ ദുആ ചെയ്യാറുണ്ട്. ഞാൻ ഇശാ നിസ്കരിച്ചാൽ, മഗ്രിബ് നിസ്കരിച്ചാൽ, സുബ്ഹി നിസ്കരിച്ചാൽ, ളുഹർ നിസ്കരിച്ചാൽ, അസ്ർ നിസ്കരിച്ചാൽ, എല്ലാ നിസ്കാരത്തിലും എന്റെ സമുദായത്തിന് വേണ്ടി, എന്റെ ഉമ്മത്തിന് വേണ്ടി ഈ ദുആ ചെയ്യാറുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. സലാത്തിന്റെ സൗണ്ട് പോരാ, എനിക്ക് സൗണ്ട് തൃപ്തിയാവാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. സലാത്ത് ഉറക്കെ ചെല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയോട് പറയാണ്, ആയിഷ,
നിനക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ദുആ ചെയ്തു, പക്ഷേ ഈ ദുആയല്ല, ഈ പ്രാർത്ഥന ഞാൻ എല്ലാ നിസ്കാരത്തിലും എന്റെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അടിമ്പായി എന്ന് പറയുന്ന ഈ ചടേക്കാൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഓരോ ഉമ്മത്തിനും ഓരോ മുസ്ലിമിനും വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവേ പുറത്തു കൊടുക്കണമെന്ന്. ഇനി ആലോചിക്ക്, ആർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത്? ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ ഈ രാത്രി അർദ്ധരാത്രിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ ഈ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ചെറുപ്പക്കാരാ? ലിക്കാർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് സമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടല്ലോ. ഈ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹബീബിനെ ഒന്ന് ഓർത്തിട്ടുണ്ടോ? ഈ തങ്ങളെ ഒന്ന് നമ്മൾ ഓർത്തിട്ടുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ സമയം വരെ ഓർത്തിട്ടുണ്ടോ? ഇനി കേൾക്കണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് നബി തങ്ങൾ ഒരു ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്നത്. ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഖബറിന്റെ അടുത്ത് നിന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട്. വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ്, ഞാൻ എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് ഒരു സ്വഹാബി ആ വഴിയിലൂടെ കടന്നു വരുന്നത്. ഇഷ്തഖ്തു ലി ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതിയുണ്ട്, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ സഹോദരങ്ങളെ കാണണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഇഷ്തഖ്തു ലി ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോഴാണ് സ്വഹാബി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ, ഞങ്ങളെ കാണുന്നുണ്ടല്ലോ, പിന്നെ ആരെക്കുറിച്ചാണ് എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണാൻ പൂതിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്, നിങ്ങൾ എന്റെ ഫോളോവേഴ്സ് ആണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല. പിന്നെ ആരെക്കുറിച്ചാണ് നബിയേ നിങ്ങൾ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബയോട് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ എന്റെ സഹോദരങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചത് ഇനി വരാനിരിക്കുന്ന എന്റെ മരണശേഷം വരാനിരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. എന്റെ ശേഷം വരാനിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആരാ? നമ്മളെ കുറിച്ച്. എനിക്ക് എന്റെ വഫാത്തിന്റെ ശേഷം വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തിനെ, എന്റെ സമുദായത്തെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവരെ ഓർത്തിട്ട് ഞാൻ കരയാം. നമ്മളെ ഓർത്തിട്ട് ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയിട്ടുണ്ട്. എനിക്കവരെ കാണണം. കാണാൻ പറ്റാത്തതിലുള്ള വിഷമമാണ് ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ഖബർസ്ഥാനിലേക്ക് ഏകാന്തനായി ചെന്ന് നമ്മെ ഓർത്ത് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞത്. നമ്മൾക്കൊരു സമയമെങ്കിലും ആ ഹബീബിനെ ഓർത്ത് കരയാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ആ ഹബീബിനെ ഒന്ന് ഓർക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, എല്ലാ ആളുകൾക്കും, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ദുആ ചെയ്യാൻ ഒരു സമ്മതം കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഒരു ദുആ അല്ലാഹു നൽകുന്നുണ്ട്. ആ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. ആ ദുആയിന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു ദുആ എല്ലാ നബിമാർക്കും കൊടുത്തിട്ടുണ്ട്. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും അല്ലാഹു ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന നൽകുന്നുണ്ട്, ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന. പക്ഷേ
എല്ലാ അമ്പിയാക്കളും അവരവരുടെ ആ കാലഘട്ടത്തിൽ തന്നെ ദുആ ചെയ്ത ആ പ്രാർത്ഥന തീർത്തപ്പോ ഞാൻ എന്റെ ദുആഇനെ വഉരീദു അൻ അഖ്തബിഅ ദഅവതി, എന്റെ പ്രാർത്ഥനയെ ഞാൻ മഹ്ശറയിലേക്ക് വേണ്ടി എടുത്തു വെക്കുകയാണ്. ഞാൻ ഇവിടെ ദുആ ചെയ്യുന്നില്ല. ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മുമ്പിൽ വന്നിട്ട് കയറിയിരിക്കണം. സമയമായി, കുറച്ച് സമയമുണ്ട്. ഒന്നെല്ലാവരും മുമ്പിൽ ഇരുന്നോളി. എനിക്കൊന്ന് ക്ലാരിറ്റി കൊടുക്കും ശബ്ദത്തിന്. ഇത് മോണിറ്റർ അല്ലല്ലോ, പുറത്തു വെക്കുന്ന ബോക്സ് അല്ലേ. ഇത് മോണിറ്റർ അല്ലല്ലോ, പുറത്തു വെക്കുന്ന ബോക്സ് അല്ലേ. ഇതൊന്നല്ലോ, ഇതൊരു 4 വെക്കണം. നിങ്ങൾ പറയും ഇന്നലെ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. എനിക്ക് റമദാൻ പെരുന്നാൾ വരെ ദിവസവും പരിപാടിയാണ്. പെരുന്നാൾ വരെ റമദാനിൽ 3 പരിപാടിയൊക്കെയാണ്. ഒരു സ്ഥലത്ത് ഒരു മൈക്ക് പറ്റിച്ച പിന്നെ 2-3 ആഴ്ച ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ഇന്നലെ പ്രസംഗിച്ചിട്ടുണ്ട്, മിഞ്ഞാന്നും പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് മഗ്‌രിബ് മുതൽ ഇതാ 12 മണി വരെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഡിമാൻഡില്ല. ഞാനത് വാങ്ങിക്കൊള്ളോട്ടെ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡിമാൻഡ് ഇന്നതാണ്. അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നല്ലെങ്കിൽ ശബ്ദം നാളെ ഉണ്ടാവില്ല. മറ്റന്നാൾ വലിയൊരു പരിപാടി നമ്മുടെ സ്ഥാപനം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി മാലിക് ദിനാറിൽ വരുന്നുണ്ട് 27-ാം തീയതി. പരിപാടി ഞാനുണ്ട് പ്രസംഗിക്കാൻ. അപ്പൊ അവിടേക്ക് പ്രസംഗത്തിന് സൗണ്ട് ഇല്ലെങ്കിൽ അവർ ചെലവഴിച്ച ഈ ചെലവും അവർ എല്ലാം നഷ്ടത്തിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷണിക്കാൻ നമ്മുടെ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇമാമ സംഘടിപ്പിക്കുന്ന ഒരു പ്രൗഢമായ ഒരു പരിപാടിയാണ്. 27-ാം തീയതി വെള്ളിയാഴ്ച മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മക്കാമിൽ സിയാറത്ത് ചെയ്ത് അവിടെയുള്ള മുസ്ലിം ഗ്രൗണ്ടിൽ വളരെ വിപുലമായി നടത്താൻ നിങ്ങളൊക്കെ വരണം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള വളരെ വിശാലമായ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ. എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു ദുആ ചെയ്യാൻ ഉത്തരം നൽകുന്ന ഒരു ദുആ നൽകിയിട്ടുണ്ട്. ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ദുആ ചെയ്താൽ ഉടനെ തന്നെ അല്ലാഹു ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. ഉടനെ ഉത്തരം ചോദിച്ചാൽ മതി, ഉത്തരം നൽകാമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. പക്ഷേ എനിക്കും അങ്ങനെ ഒരു ദുആ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഞാൻ ആ ദുആഇനെ ദുനിയാവിൽ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കണമായിരുന്നു എവിടെ? ചെറുപ്പക്കാരാ കേൾക്കണം ഇത്. മക്കക്കാരായ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അടിക്കുകയും അല്ലാഹുവിന്റെ ഹബീബിനെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ ആകെ താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഇനി ഒന്ന് സംരക്ഷിക്കാൻ താങ്ങും തണലുമായി നിൽക്കാൻ ഒരാളില്ലാതെ വളരെ പ്രയാസപ്പെടുമ്പോഴാണ് നബി തങ്ങൾ തന്റെ കുടുംബക്കാരായ ത്വായിഫിലേക്ക് കടന്നു പോകുന്നത്. ഒരുപാട് കുടുംബക്കാര് താമസിക്കുന്ന ത്വായിഫിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ഒരു ദൈവമില്ല എന്നും മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും പറഞ്ഞു. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അല്ലാഹു ഏകനായ ഇലാഹാണ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. അല്ലാഹു ഏകനായ ദൈവമാണ്. നിങ്ങളുടെ ലാത്തയോ നിങ്ങളുടെ ഹുസ്സയോ നിങ്ങളുടെ മനാത്തയോ നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. അല്ലാഹുവാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ക്രൂരമായ ആക്ഷേപങ്ങൾ എറിഞ്ഞുവിട്ട ആളുകൾ, ഹബീബിനെതിരെ കല്ലെറിഞ്ഞവർ, ഹബീബിനെ ആക്ഷേപിച്ചവർ, ഹബീബിനെ ചീത്ത വിളിച്ചവർ, ഹബീബിനെ മർദ്ദിച്ചവർ, നടക്കാൻ കഴിയാതെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൈഫിന്റെ മണലാരുണ്യത്തിലൂടെ മുടന്തി നടന്നിട്ട് ഹബീബ് താഴെ വീഴുകയാണ്. ആരാണ് ഈ താഴെ വീഴുന്നത്? ദീനുൽ ഇസ്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വ്യഭിചരിക്കരുത്, ഹറാമ് കാണരുത്, ഹറാമ് ചെയ്യരുത്, ഹറാമ് തിന്നരുത്, കുടുംബബന്ധം നിഷേധിക്കരുത്, കൊലപാതകങ്ങൾ നടത്തരുത്, അയൽവാസിയെ വേദനിപ്പിക്കരുത്. ഇതല്ലേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം? ഇതാണല്ലോ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ ഇന്നും ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ. ഇതാണല്ലോ ഒരാളെയും അവിഹിതമായി ഒരാളുടെ സമ്പത്ത്
പരിഹരിക്കാൻ പാടില്ല, ഒരാളെയും ആക്രമിക്കാൻ പാടില്ല, മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയാൻ പാടില്ല, മറ്റൊരാളെ കുറിച്ച് ആരോപണം പറയാൻ പാടില്ല, ഒരാളുടെ രക്തവും ചിന്താൻ പാടില്ല, ഒരു ദുർഹം പോലും മോഷ്ടിക്കാൻ പാടില്ല. ഇങ്ങനെ മനോഹരമായ ആശയം സമുദായത്തിന്റെ മുന്നിൽ ഏൽപ്പിച്ച ഈ പരിശുദ്ധ ദീനിനെതിരെയാണല്ലോ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവരെയാണല്ലോ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കുന്നത്, ഇവരെയാണല്ലോ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്നത്, ഇവരെയാണല്ലോ ഇല്ലാത്ത ബീഫിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടത്തുന്നത്, ഇവരെയാണല്ലോ പള്ളിയിൽ കയറി കൊലപാതകങ്ങൾ നടത്തുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞ പാവപ്പെട്ട മുഅദ്ദിനിന് പോലും പള്ളിയുടെ റൂമുകളിൽ, പള്ളിയുടെ മുറികളിൽ കിടന്നുറങ്ങാൻ പോലും സ്വൈര്യമില്ലാത്ത, സമാധാനമില്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇസ്ലാമിനെതിരെ നിങ്ങൾ ആക്ഷേപം ഉണ്ടാക്കുന്നത്? തെറ്റ് കാണിച്ചു തരട്ടെ, തെറ്റ് കാണിച്ചു തരട്ടെ. എന്ത് തെറ്റിന്റെ പേരിലാണ് ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന 100 കണക്കിന് സ്ഫോടനങ്ങളുടെ കഥകൾ, ഭീകരവാദങ്ങളുടെ, തീവ്രവാദങ്ങളുടെ, വർഗീയ ലഹളകളുടെ കഥകൾ എടുത്തു നോക്കുമ്പോ ഏതെങ്കിലും ഒന്നിൽ മുസ്ലിമീങ്ങൾ ഉൾപ്പെട്ടതാണോ നിങ്ങൾ ഇസ്ലാമിനെ ഇന്ത്യയിൽ നിന്ന് അടിച്ചോടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? 100 കണക്കിന് വർഗീയ ലഹളകൾക്ക് നിങ്ങൾ തന്നെ നേതൃത്വം നൽകി ഏതെങ്കിലും ഒന്നിൽ മുസ്ലിം നാമധാരികൾ പെട്ടുപോയതിന്റെ പേരിലാണോ നമ്മളെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത്? ഒന്നേ പറയാനുള്ളൂ, എത്ര ശ്രമിച്ചാലും, എത്ര നിങ്ങൾ അധ്വാനിച്ചാലും, പക്ഷെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഭൂമിയുണ്ടല്ലോ, അരുത് കാട്ടാള, അരുത്. സല്ലപിക്കുന്ന ഇണക്കിളികളെ വേട്ടയാടി അതിന്റെ രക്തം വീണ് ഇന്ത്യ മഹാരാജ്യത്തിന് കളങ്കമേൽപ്പിക്കരുത് എന്ന് പറഞ്ഞ സംസ്കാരമുള്ള ഭൂമിയാണിത്. ഈ ഭൂമിയിൽ ഇതിന്റെ അവസാനം വരെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മതത്തെയും മുസ്ലിമീങ്ങളെയും മറ്റുള്ള മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുള്ള കാലത്തോളം നിങ്ങളുടെ ആരോപണങ്ങൾ വിലപ്പോകൂല എന്ന് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി തന്നെ ഉണർത്തട്ടെ. നിർത്തുന്നതാണ് നല്ലത്. ആവശ്യമില്ലാതെ വർഗീയ ലഹളകൾ ഉണ്ടാക്കി എന്താണ് ഇവിടെ നേടാൻ പോകുന്നത്? എന്തുമാവട്ടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലം മുതൽ തന്നെ മുസ്ലിമീങ്ങൾ നേരിട്ട പ്രയാസങ്ങൾ ഇങ്ങനെയാണ്. ഇസ്ലാം തുടങ്ങിയത് ഇങ്ങനെയാണ്, പ്രയാസങ്ങളിലൂടെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ സുമയ്യ ബീവിയെ കൊന്നിട്ടില്ലേ? ബിലാൽ തങ്ങളെ മർദ്ദിച്ചിട്ടില്ലേ? ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റിയിട്ടില്ലേ? സിദ്ദീഖ് തങ്ങളെ ബോധം കൊടുത്തിട്ടില്ലേ? ഹബീബിനെ വധിക്കാൻ 100 ഒട്ടകങ്ങൾ സമ്മാനം പ്രഖ്യാപിച്ചിട്ടില്ലേ? എന്ത് തെറ്റു ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് കൈമലർത്തുക എന്നതല്ലാതെ വേറെന്ത് മറുപടി പറയാൻ പറ്റുക? എന്ത് മറുപടി പറയാൻ പറ്റുക? ഇന്നും അങ്ങനെയാണല്ലോ. എന്ത് മറുപടി പറയാൻ പറ്റുക? ഒന്നുമില്ല. പിന്നെ ഇവിടെ വർഗീയ കാട് കളിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന അത്രയേ ഉള്ളൂ. അത് പ്രബുദ്ധരായ ഇന്ത്യ രാജ്യത്തിലെ, പ്രത്യേകിച്ചിട്ട് സാക്ഷര കേരളത്തിലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അത് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുക. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് തായിഫിന്റെ മണലാരുണ്യത്തിൽ പോയി നബിത്തങ്ങളെ വേദനിപ്പിച്ചു. നബിത്തങ്ങൾ മുടന്തി നടന്നു, നബിത്തങ്ങൾ വീണു. നബിത്തങ്ങളെ സഹായിക്കാൻ ഒരാളില്ല. അപ്പോഴാണ് ഹബീബിനെ കൂക്കി വിളിക്കുകയും ഹബീബിനെതിരെ കല്ലെറിയുകയും ചെയ്ത തായിഫിന്റെ മണലാരുണ്യത്തിലെ കിങ്കരന്മാരായ ധിക്കാരികളായ ആളുകൾ ഓടി വരുന്നത്. ഓടി വരാൻ നമ്മൾ വിചാരിച്ചു ഓടി വരുമ്പോ ഒന്ന് സഹായിക്കാനാണ്. അല്ല, മുടന്തി വീണ് അവിടെ ഒരു ഭാഗത്ത് വീണ് കിടന്ന നബിത്തങ്ങളുടെ കൈ പിടിച്ചുയർത്തി നബിത്തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ നടക്കൂ. നബിത്തങ്ങൾ നടന്നു. വേച്ച് നടക്കുകയാണ്. ആർക്ക് വേണ്ടി? സമുദായത്തിന് വേണ്ടി. അല്ലാഹുവിന്റെ ഹബീബ് വേച്ച് നടക്കുകയാണ്. നടക്കാൻ തുടങ്ങുമ്പോൾ പിൻഭാഗത്തു നിന്ന് വീണ്ടും തുടങ്ങി ഹബീബിന്റെ കാലുകളിലേക്ക് കല്ലെറിയാൻ. ഹബീബിന്റെ മടമ്പിലേക്ക്, ഹബീബിന്റെ കാലിലേക്ക് കല്ലെറിഞ്ഞു. ഹബീബിന്റെ കാലിൽ നിന്ന് രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. നബിതങ്ങള് നടക്കാൻ കഴിയാതെ തളർന്നു വീണു. വീണ്ടും വന്നു. അവർ ഹബീബിന്റെ കൈ പിടിച്ചുയർത്തി നബിതങ്ങളോട് നടക്കാൻ പറഞ്ഞു. മുഹമ്മദേ നടക്ക്. അല്ലാഹുവിന്റെ ഹബീബ് തായിഫിന്റെ മണലാരുണ്യത്തിലെ കുടുംബക്കാരുടെ സഹായം പ്രതീക്ഷിച്ച് കടന്നു വന്നതാണ്. സഹായിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ കടന്നു വന്നവരാണ് അവർ. സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ കടന്നു വന്നവരാണ്. പക്ഷേ അവരാണ് കല്ലെറിയുന്നത്, അവരാണ് ക്രമിക്കുന്നത്. നബിതങ്ങളോട് വീണ്ടും നടക്കാൻ പറഞ്ഞു. വീണ്ടും നബിതങ്ങളെ കല്ലെറിഞ്ഞപ്പോ നബിതങ്ങൾ മുടന്തി ഒരു മരത്തിന്റെ മറവിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ
പർവ്വതങ്ങളെ കാക്കുന്ന പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മാലാക്കമാര് കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും നിഷ്ഠൂരമായി താങ്കളെ ആക്രമിച്ച ഈ സമുദായത്തെ, ഈ സമൂഹത്തെ, ഈ നാട്ടുകാരെ ഈ പർവ്വതത്തിന്റെ താഴെയിട്ട് ഞാൻ നശിപ്പിക്കട്ടെ, പർവ്വതങ്ങൾ അവരുടെ തലയുടെ മുകളിലിട്ട് ഞാൻ നശിപ്പിക്കട്ടെ, ഭൂമിയുടെ അടിയിലേക്ക് അവരെ താഴ്ത്തി ഞാൻ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് ഓക്കേ എന്ന് പറഞ്ഞാൽ മതി. മൗനം സമ്മതമാണല്ലോ, നബി തങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ മതി. നിമിഷ നേരം കൊണ്ട് തന്നെ ആക്രമിച്ച ആളുകളെ എല്ലാവരെയും നശിപ്പിച്ച് കളയാനുള്ള ഒരു കഴിവ് അല്ലാഹുവിന്റെ ഹബീബിനുണ്ടായിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് പറയുന്ന മറുപടി, അവര് നശിച്ചത് കൊണ്ട് എനിക്കെന്ത് നേട്ടമാണുള്ളത്? പർവ്വതത്തിന്റെ താഴെ അവരെ കൊണ്ടുപോയി പർവ്വതങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർത്തി അവരുടെ തലയിലേക്ക് പർവ്വതങ്ങൾ വലിച്ചെറിഞ്ഞ് അവരെല്ലാം ചതഞ്ഞ് മരിച്ചത് കൊണ്ട് എനിക്കെന്ത് നേട്ടമാണ് ലഭിക്കാനുള്ളത്? എങ്ങാനും ഒരുപാട് കാലശേഷം ഇവരിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതാണല്ലേ എനിക്കുത്തമം എന്ന് പറഞ്ഞവർക്ക് സമാധാനത്തിന്റെ സന്ദേശം നൽകിയ അള്ളാഹുവിന്റെ ഹബീബ് ആ സമയത്ത് ദുആഇനെ ഉപയോഗിച്ചില്ല. ബദറിന്റെ രണാങ്കണം നടക്കുകയാണ്, ബദറിന്റെ രണാങ്കണം നടക്കുകയാണ്. എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. സ്വഹാബാക്കളായ ആളുകൾ, എല്ലാ സ്വഹാബാക്കളും യുദ്ധത്തിന് കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് തന്റെ വാളുമൂർച്ചയൂട്ടി യുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വേണമെങ്കിൽ ദുആ ചെയ്യാം, അള്ളാഹുവേ ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തരണേ അല്ലാ, നീ എനിക്ക് ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ദുആ ചെയ്യുവീൻ ഞാൻ ഉത്തരം നൽകാമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു പ്രാർത്ഥന നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലാ. ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഈ ബദർ യുദ്ധത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ദുആ ചെയ്യാ. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് ആ സമയവും ഉപയോഗിച്ചില്ല. 313ഓളം ആളുകൾ, ആയിരക്കണക്കിന് സുസജ്ജരായ സൈന്യങ്ങളോട് വീറോടെ വാശിയോടെ പടപൊരുതി വിജയിച്ച വിജയം അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്ത് ചോദിച്ചു വാങ്ങിയതല്ല. അള്ളാഹുവിന്റെ ഹബീബ് ദുനിയാവിൽ പ്രതിസന്ധിയുണ്ടായി, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ദുആ ചെയ്യാതെ ഈ ദുആഇനെ എടുത്തു വെച്ചു. എവിടേക്കെന്നറിയോ? ചെറുപ്പക്കാരാ, ആർക്കോ വേണ്ടി ഒച്ച വെക്കുന്ന നമ്മള്, ആർക്കോ വേണ്ടി ശബ്ദിക്കുന്ന നമ്മള്, ആർക്കോ വേണ്ടി സമയം കളയുന്ന നമ്മള്, ആർക്കോ വേണ്ടി ഉറക്കൊഴിക്കുന്ന നമ്മള്, നിങ്ങളാണിത് ആലോചിക്കേണ്ടത്. എന്താണ് അവർ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നത്? എന്നാൽ നമ്മൾക്കെല്ലാം ചെയ്തു തന്ന ഒരാളുണ്ട്, നമ്മളെ ഓർത്ത് കരഞ്ഞു പോയ ഒരാളുണ്ട്. മരണസമയത്ത് ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ തന്റെ സമീപത്തേക്ക് വിളിച്ചിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ ഇന്ന് ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇന്ന് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുവേ എന്റെ ഉപ്പയുടെ വിഷമം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുകയാണ്, എന്റെ ഉപ്പയുടെ പ്രയാസം ഓർക്കുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുകയാണ്. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറയാണ്, വാ ജദ്ദാ, എന്റെ ഉപ്പാപ്പ, എന്റെ വല്യപ്പയുടെ വിഷമം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസം തോന്നുകയാണ്. എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുന്നത്, മരണത്തിന് അസഹനീയമായ വേദനയാണ് ആയിഷ, സഹിക്കാവുന്നതിലപ്പുറവും വേദനയുണ്ട് ആയിഷ, ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ ആയിഷ ഉമ്മത്തി, മരണസമയത്ത് വേദന അനുഭവിക്കുന്ന സമയത്ത് നബി തങ്ങൾ വിളിച്ചത് ഉമ്മത്തിനെയാണ്. തന്റെ സമുദായത്തിന്റെ കാര്യം റബ്ബിനോട് പറയാം. മരണസമയത്ത് വേദന എന്ന് പറഞ്ഞാലേ പ്രസവം മരണത്തിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. പ്രസവം പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന അറിയാം, ആണുങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോ പ്രസവം മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞ പ്രസവ വേദന അസഹനീയമാണ്. അപ്പൊ മരണവേദന ആലോചിച്ചാൽ പോരെ. ആ സമയത്ത് പോലും നബി തങ്ങൾ പറയുന്നത്, ഉമ്മത്തി, എന്റെ സമുദായത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ, എന്റെ സമുദായത്തിന്റെ കാര്യത്തിൽ എന്നെ തൃപ്തിപ്പെടുത്തണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കൂഫക്കാരായ ആളുകളോട് ചോദിക്കുന്നുണ്ട്, കൂഫക്കാരാ, നിങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും തൃപ്തിയുള്ള ആയത്ത് ഏതാണ്?
പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ആയത്ത് ഏതാണ്? അപ്പോഴാണ് കൂഫക്കാർ ഓതി കൊടുക്കുന്നത്, ഖുൽ യാ അയ്യുഹല്ലദീന അസ്റഫൂ ഖുൽ യാ അയ്യുഹല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. തെറ്റുകൾ ഒരുപാട് ചെയ്ത്, തിന്മകളുടെ കൂമ്പാരങ്ങൾ ചെയ്ത്, ഒരുപാട് തെറ്റുകളിൽ മാത്രം മുഴുകി ജീവിച്ച, ശരീരത്തോട് അതിക്രമം കാണിച്ച അടിമകളെ ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കു നബിയെ, യാ അയ്യുഹല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, വ്യഭിചാരത്തിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അഡിക്റ്റായി കള്ളു കുടിച്ചു തോന്നിവാസം ചെയ്ത് കൊലപാതകം ചെയ്ത് ഫിത്നയുണ്ടാക്കി തിന്മ മാത്രം ചെയ്ത് നടക്കുന്ന ആളുകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവാൻ പാടില്ല. നിങ്ങൾ ഒരുപക്ഷേ ജീവിതത്തിൽ അറിയാതെ വ്യഭിചരിച്ചു പോയിട്ടുണ്ടാവാം, കള്ളു കുടിച്ചിട്ടുണ്ടാവാം, കൊലപാതകം നടത്തിയിട്ടുണ്ടാവാം, ഒരുപാട് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. എന്നാലും നിങ്ങൾ നിരാശരാവാൻ പാടില്ല. അല്ലാഹു പുറത്തു തരുമോ എന്ന ചിന്ത പോലും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എത്ര വലിയ പാപം ചെയ്താലും, എത്ര വലിയ തെറ്റ് ചെയ്താലും നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ഒരു ആയത്തോടി കൂഫക്കാര് പറയാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് ഇതാണ്. അലി തങ്ങളെ പ്രതീക്ഷ നൽകുന്ന ആയത്തല്ല. എന്താ പറഞ്ഞത്? തെറ്റൊരുപാട് ചെയ്ത മനുഷ്യന്മാരെ നിങ്ങൾ നിരാശരാവേണ്ട, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുമെന്ന്. ഇത് മനുഷ്യന്മാരല്ല, ഇത് പടച്ചോനാണ്. മനുഷ്യന്മാര് പുറത്തരൂല, അവര് പുറത്തു കൊടുക്കൂല. എന്താ തെറ്റ്? എന്തെങ്കിലും ചെറിയൊരു പിറ്റി കേസ്, നടന്നു പോകുമ്പോ വാഹനത്തിന്റെ ടയറിൽ നിന്ന് ചളി തെറിച്ചതാകാം വർഷങ്ങളോളം പിണക്കവുമായി നടക്കാൻ ഒരു കാരണം. അല്ലെങ്കിൽ അയൽവാസിയുടെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണ് ഓട് പൊട്ടിയതാകാം വർഷങ്ങളോളം പിണങ്ങി നിൽക്കാൻ കാരണം. അല്ലെങ്കിൽ ഉമ്മ മരിച്ചപ്പോ സമ്പത്ത് ഓഹരി വെച്ച് കൊടുക്കുന്ന സമയത്ത് 1000 രൂപ അനുജന് കുറഞ്ഞതാവാം വർഷങ്ങളോടും ജ്യേഷ്ഠനോട് പിണങ്ങി നിൽക്കാൻ കാരണം. മനുഷ്യൻ പുറത്തു കൊടുക്കൂല. അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്, അല്ലാഹു പുറത്തു നൽകുന്നവനാണ്. യഗ്ഫിറുദ്ദുനൂബ ജമീഅ വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഈ പാപങ്ങൾ ആരാണ് പുറത്തു തരുന്നത്? അല്ലാഹു പുറത്തു തരും. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ നിരാശരാവേണ്ട. ഈ ആയത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് എന്ന് അലി തങ്ങളോട് കൂഫക്കാര് പറഞ്ഞപ്പോഴാണ് അലി തങ്ങൾ പറയുന്നത് അതല്ല, ആ ആയത്തല്ല, ഇതിനേക്കാളും പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ആയത്തുണ്ട്. ഞാൻ ഓതിത്തരട്ടെ. ഏതാണ് ആ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر. والضحى ഈ സൂറത്തിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. അതെന്താണ്? വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നബിയേ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാനത് തരാം. നമ്മളോട് പറയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ ഇപ്പൊ ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന് പടച്ചോൻ വന്നിട്ട് പറഞ്ഞു. നിങ്ങൾ എന്താ പറയാ? പടച്ചോൻ എനിക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു വണ്ടി വേണം, ഇങ്ങനെയൊക്കെ ഒരാൾ പറയാ. പിള്ളമാരാണെങ്കിൽ നല്ലൊരു ആപ്പിൾ 7 വേണം, അല്ലേ? ആപ്പിൾ ഇറങ്ങിയാല് അത് ഇറങ്ങിയ ദിവസം തന്നെ കിട്ടാൻ വല്ല വഴി ഉണ്ടെങ്കിൽ അത് വേണമെന്നാ പറയാ. ചെറുപ്പക്കാർ കുറച്ചും കൂടി പക്വതെത്തിയ ഒരു ബുള്ളറ്റ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുക. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറയാണ്, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നിങ്ങൾക്ക് എന്താണോ നബിയെ വേണ്ടത് ഞാനത് തരാം. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, അല്ലാഹു താങ്കൾക്ക് തൃപ്തിയാകുന്നത് വരെ നൽകും നബിയെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഇദൻ ലാ അർലാ
വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. അല്ലാഹുവേ, നീ പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തൃപ്തിയാകുന്ന കാര്യം വരെ എനിക്ക് എന്താണോ തൃപ്തിയുള്ളത് അത് തരാമെന്നല്ലേ നീ പറഞ്ഞത്. എന്നാൽ എനിക്ക് ഏറ്റവും തൃപ്തിയും സന്തോഷവും നൽകുന്നത് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ കിടക്കാൻ പാടില്ല. ഇനി ആലോചിക്ക് ചെറുപ്പക്കാരാ, വേണോ വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ടുള്ള വാഗ്വാദങ്ങൾ വാട്സപ്പിൽ വേണോ? ആലോചിക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിക്കും വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ സംവാദങ്ങൾ നടത്തണോ? സത്യത്തിൽ ഇവർക്ക് നമ്മളെ അറിയോ? അവർ നമ്മളെ കണ്ടിട്ടുണ്ടോ? ഇനി കണ്ടാ മെയിൻ ചെയ്യോ ഉണ്ടോ? നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാം. വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കരുത്. നിങ്ങൾ കളി കാണുന്നതോ അതിന്റെ സ്കോർ അറിയുന്നതോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള വാഗ്വാദം അത് വിഡ്ഢിത്തരമാണ്. ബുദ്ധിയില്ലാത്ത വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ കൂട്ടരെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയാം. ഒരു മടിയില്ല വിഷയത്തിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കളി കാണുന്നതോ അല്ലെങ്കിൽ സ്കോർ അറിയുന്നതോ വാർത്ത വായിക്കുന്നതോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ വിഡ്ഢികളെ കുറിച്ചാണ്. കളി കഴിഞ്ഞു, അവർ പൈസ വാങ്ങിപ്പോയി, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ സംവാദം നടത്തിയില്ലാത്ത സമയം കളയുന്നത്. ആ സമയത്ത് ഈ നമ്മെ ഓർത്ത് കരഞ്ഞ ഹബീബിന് ഒരു സലാത്ത് ചൊല്ലിയാൽ അതായിരിക്കും നാളെ ആഖിറത്തിൽ ഏറ്റവും ഉപകാരം ഉണ്ടാവുക. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പറയാണ്, ഇദൻ ലാ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. സമുദായം എന്ന് പറഞ്ഞ നിബിത്തങ്ങളുടെ കാലം മുതൽ അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെയുള്ള എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിബിത്തങ്ങൾ അല്ലാഹു പറഞ്ഞു, ഞാനത് തരാം. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി നേരെ നരകത്തിലേക്ക് ചെന്ന് നരകക്കാരായ ആരെങ്കിലും, എന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നരകത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൈ പിടിച്ചു നരകത്തിൽ നിന്ന് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിനോട് പരിശുദ്ധ റസൂലുള്ളാഹ്, അല്ലാഹു അവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. അതാണ് നമ്മൾ പറഞ്ഞത്, അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. താങ്കൾ ഞങ്ങളുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഞങ്ങൾക്ക് വലുതാണ്. കാരണം നാളെ ഉമ്മമാര് തിരിഞ്ഞു നോക്കാത്ത സമയമാണത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. നാളെ മഹ്ശറ വൻസഭയിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ ഓരോന്ന് ചെല്ലുമ്പോ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾക്ക് ഭക്ഷണം നൽകിയ, വസ്ത്രം നൽകിയ ഉപ്പയെ കാണുന്നത്. ഉപ്പാ, എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് പറ്റൂല, എനിക്ക് എന്റെ കാര്യം നോക്കാനുണ്ട്. ഉപ്പ പറയാൻ, ഏതുപ്പ? ഇന്ന് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ ഫോൺ വാങ്ങിച്ചു തന്ന ഉപ്പ. അവിടെ നിന്ന് പറയാൻ, എനിക്ക് പറ്റൂല. പിന്നെയാണ് സ്വന്തം ഉമ്മയെ കാണുന്നത്. ഉമ്മ, ഞാൻ വല്ലാതെ കഷ്ടപ്പാടിലാണുമ്മ, നിങ്ങളൊന്ന് സഹായിക്കുമോ? ഉമ്മ പറഞ്ഞു, എനിക്കും പറ്റൂല മോനെ. നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ഉമ്മമാര് രാത്രി ഉറങ്ങാറില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മമാര് ഭക്ഷണം കഴിക്കാറില്ല. നിങ്ങളുടെ ഗർഭം ചുമന്നപ്പോഴാണ് ഉമ്മയുടെ സുന്ദരമായ മുഖത്തിന് ചുളിവ് വന്നത്, ഉമ്മയുടെ നടുവിന് വേദന വന്നത്, ഉമ്മയുടെ തല നരച്ചുപോയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടാണ് പാവപ്പെട്ട ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തീർന്ന് ഉമ്മയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയത്. ആ പാവം ഉമ്മ ഇവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഉമ്മ നാളെ മഹ്ശറയിലെത്തുമ്പോൾ പറയുന്നത്, പൊന്നുമോനെ, നിന്നെ രക്ഷിക്കാനുള്ള സമയമല്ല ഇത്. നഫ്സി, എനിക്കെന്റെ കാര്യം നോക്കാനുണ്ട്. ഉപ്പ കൈവടിഞ്ഞു, ഉമ്മ കൈവടിഞ്ഞു, ജ്യേഷ്ഠാനുജന്മാര് കൈവടിഞ്ഞു, മക്കള് കൈവടിഞ്ഞു, എല്ലാവരും കൈവടിഞ്ഞപ്പോ കൈവടിയാത്ത ഒരാളുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാരും കൈവടിയും, ഒരാളും തിരിഞ്ഞു നോക്കൂല. ഉമ്മ ഉപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ആദ്യ നബിയുടെ അടുത്ത് പോ, ആദ്യ നബിയെ, ആദം ഉപ്പാപ്പ ഒന്ന് രക്ഷിക്കുമോ? എനിക്ക് പറ്റൂല. നൂഹ് നബിയെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? എനിക്ക് പറ്റൂല. ഇബ്രാഹിം നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ ചങ്ങാതിയല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ സുഹൃത്തല്ലേ, മുത്തുനബിയുടെ ഉപ്പാപ്പയല്ലേ, ഒന്ന് രക്ഷപ്പെടുത്തുമോ? മൂസാ നബിയെ,
ഈസാ നബിയെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൈമലർത്തി നമ്മളെ തിരിച്ചേക്കുമ്പോ ആ ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദ് കിടക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാരാ? ആർക്ക് വേണ്ടിയാണ് ആ സുജൂദിൽ കിടക്കുന്നത്? നബി തങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? നബി തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നബി തങ്ങൾ ഇന്ന് സ്വർഗത്തിലാണ്. ആർക്ക് വേണ്ടി? നമ്മൾക്ക് വേണ്ടി. തിരിച്ചറിഞ്ഞുകൂടെ ഈ സ്നേഹം? വൺ വേ ആയിക്കൂടല്ലോ. ആ സ്നേഹം വൺ വേ ആണ്. ഇങ്ങോട്ടേ സ്നേഹിച്ചിട്ടുള്ളൂ, അങ്ങോട്ട് നമ്മൾ സ്നേഹിക്കുന്നില്ല. إن كان حبك صادقا لأطعته إن المحب لمن يحب يطيع. നിങ്ങൾ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വലിന്റെ 12ന്റെ രാത്രികളിൽ തോരണങ്ങൾ വെക്കുന്നുണ്ടല്ലോ, അത് കാപട്യത്തിന്റെ നുണയുടെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ അല്പം പോലും യാഥാർത്ഥ്യമില്ല. ഉണ്ടെങ്കിൽ രാത്രി മുഴുവനും തോരണങ്ങൾ ഉണ്ടാക്കി ഡെക്കറേഷൻ വെച്ച് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ എങ്ങനെ പറ്റും ഒരു ചെറുപ്പക്കാരന്? നീ നിന്റെ ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ആ റബീഉൽ അവ്വലിന്റെ 12ൽ നിന്റെ ഫാൻസിന്റെ വലുപ്പം എങ്ങനെയാണ് നിര്യാണിക്ക് താഴെ പോകുന്നത്? എനിക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, നിര്യാണിക്ക് മുകളിലാണ് മോഡൽ എന്ന് അറിയാഞ്ഞിട്ടല്ല ഞാൻ ചോദിക്കാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഫാൻസിന്റെ വലിപ്പം നിര്യാണിക്ക് താഴെ എത്തുന്നത്? ചോദിക്കട്ടെ, ക്രോപ്പ് ചെയ്ത് നടക്കുന്നത് എങ്ങനെ? അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത ഹെയർ സ്റ്റൈല്. ആരെ കണ്ടിട്ടാണ് ഇത് ചെയ്തത്? ആരാണിത് തുടക്കം കുറിച്ചത്? ആരാണ് ഈ മോഡൽ നിനക്ക് പഠിപ്പിച്ചു തന്നത്? നിന്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇവിടെ മാത്രം ക്രോപ്പ് ചെയ്ത് പൂവൻകോഴിയെ പോലെ നിന്റെ മുൻഭാഗത്ത് മാത്രം മുടി വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, നീ നിന്റെ ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പച്ച നുണയാണ്, കല്ല് വെച്ച നുണയാണെന്ന് പറയാൻ ഞാൻ ഇവിടെ സന്നദ്ധത കാണിക്കുകയാണ്. നിന്റെ സ്നേഹം ആത്മാർത്ഥതയുള്ള സ്നേഹമല്ല, അത് കാപട്യത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അത് കള്ളമാണ്, അത് നുണയാണ്, അത് വിശ്വസിക്കാൻ പറ്റൂല. നിനക്ക് നിന്റെ ഹബീബിനോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ നീ നിന്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ആക്കൂല. നിനക്ക് സ്നേഹം ആരാ? ക്രിസ്ത്യാനോ? ആരാ ഹെയർ സ്റ്റൈൽ ഉള്ളത്? ആരാ കളിക്കാരോ? അവരെ പോലെ അവർക്ക് വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നത്. നിന്റെ ജീവിതം ഓൺലി നീ ചെലവഴിച്ച് നിന്റെ ഈ കളിക്കാർക്കും സിനിമക്കാർക്കും വേണ്ടിയിട്ട്. താടി എല്ലാ ചെറുപ്പക്കാർക്കും ഇന്ന് താടിയാണ്. ഉസ്താദുമാർ എത്ര കഷ്ടപ്പെട്ടിട്ടാ വേദം പറഞ്ഞ കൊണ്ടൊക്കെ താടി പഠിക്കരുതേ, താടി പഠിക്കരുതേ. ചെറുപ്പക്കാർക്കൊക്കെ ഇന്ന് താടിയാണ്. നിബിത്തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ? ആണെന്ന് പറയാൻ പറ്റുമോ? ആ താടി നിബിത്തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ നിമിഷങ്ങൾ, ഓരോ നിമിഷങ്ങളും നിങ്ങൾക്ക് കൂലിയാണ്. ആ താടി അല്ലാതെ മറ്റുള്ള ആളുകളെ കണ്ടിട്ട് വെച്ചതാണെങ്കിൽ ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. ഒരു പക്ഷേ കുറ്റമായിരിക്കും അതുകൊണ്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹ് ആ ചുട്ടുപൊഴുത്ത ആ ചെമ്പിന്റെ ഭൂമിയിൽ സുജൂദിൽ കിടക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? അല്ലാഹു പറയാണ്, നബിയെ തല ഉയർത്തണം. അല്ലാഹുവിന്റെ ഹബീബ് തല ഉയർത്തുമ്പോൾ പറയുന്നൊരു ഡിമാൻഡ് ഉണ്ട്. അല്ലാഹുവേ, ഞാൻ തല ഉയർത്തണമെങ്കിൽ എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കാൻ പാടില്ല. എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കാൻ പാടില്ല. അല്ലാഹു സമ്മതിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ഞാനങ്ങനെ അല്ലാഹുവിന്റെ സമ്മതത്തോടെ നരകത്തിൽ പോയി കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പരിശുദ്ധ ഖുർആൻ ഓടി വന്ന് തടയും, നബിയെ ഇയാളെ കൊണ്ടുപോവാൻ പാടില്ല. ആലോചിക്കണം നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഞാൻ എന്റെ സമുദായത്തിലെ അവസാന അംഗത്തെയെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ പോകുമ്പോ അവിടേക്ക് പരിശുദ്ധ ഖുർആൻ കടന്നു വന്നിട്ട് തടയും. നബിയെ, ഞാൻ അനുവദിക്കൂല. ചില ആളുകളെ ഖുർആൻ തടയും, ഞാൻ അനുവദിക്കൂല. എന്തേ? ജീവിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ സമയം കണ്ടെത്തിയിട്ടില്ല, ഖുർആനിനെ ആദരിച്ചിട്ടില്ല, ഖുർആനെ ബഹുമാനിച്ചിട്ടില്ല. ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് 27-ാം തീയതി നമ്മൾക്ക് വളരെ വിശാലമായി സംസാരിക്കാൻ. ഇവരെന്നെ തോന്നുന്നുണ്ട് ഓൺലൈൻ നൽകി നമ്മുടെ ഫിദ ഖദർ സാഹിബ്
അപ്പൊ ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നബിത്തങ്ങൾ പോകുമ്പോൾ നബിത്തങ്ങളെ പോലും ഖുർആൻ തടഞ്ഞു വെക്കുന്നതാണ്. ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ ഹബീബേ ഇവരെ നരകത്തിൽ നിന്ന് വിട്ടുതരൂല എന്ന് ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരാരാണെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ ബഹുമാനിക്കാത്തവർ, ഓതേണ്ടതുപോലെ ഓതാത്തവർ, പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തവർ. എന്തേ പഠിക്കാത്തത്? എന്താ ഖുർആൻ പഠിക്കാത്തത്? ഇംഗ്ലീഷ് അറിയുന്നില്ലേ? ഹിന്ദി അറിയുന്നില്ല? കാസർഗോട്ടുകാർക്കൊക്കെ ഹിന്ദി അറിയാം. എന്താ അറബി പഠിക്കാത്തത്? ഇംഗ്ലീഷ് അറിയാലോ, എന്തേ അറബി പഠിക്കാത്തത്? ഞാൻ പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ല എന്ന എക്സ്ക്യൂസ് സ്വീകാര്യമല്ല. അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാരണമല്ല. കാരണം പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ മുമ്പിലുണ്ട്. അറബി എങ്ങനെ പഠിക്കാം? യൂട്യൂബിൽ ചെന്ന്, നെറ്റിൽ ചെന്ന്, ഇന്റർനെറ്റ് സൗകര്യം. ഇംഗ്ലീഷ് പഠിക്കാൻ പ്രത്യേകമായി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ. എന്താ അറബി പഠിക്കാൻ അങ്ങനെ ഒരു താല്പര്യം കാണിക്കാത്തത്? ഖുർആൻ ഓതാനല്ല പറഞ്ഞത്, ഖുർആൻ അർത്ഥം ആലോചിച്ചോതാനാ പറഞ്ഞത്. ഡോക്ടറുടെ സമീപത്ത് ചെന്നിട്ട് ക്യാൻസറിന്റെ അസുഖമുള്ള ഒരാൾ മരുന്നുമായി വീട്ടിലേക്ക് വന്നിട്ട് ആ മരുന്ന് നോക്കിയാൽ അയാളുടെ രോഗത്തിന് ശിഫ ലഭിക്കുമോ? ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി വീട്ടിലേക്ക് വന്നു, മരുന്ന് ഇങ്ങനെ നോക്കി നിന്ന രോഗത്തിന് ശിഫ കിട്ടുമോ? കിട്ടൂല. ഇനി പോട്ടെ, ഡോക്ടർ തരുന്ന മരുന്ന് ഓരോന്നിരുന്നെടുത്ത് വായിച്ചതിന്റെ ലിസ്റ്റും വായിച്ച് അത് കുടിക്കാതെ റൂമിൽ വെച്ചാൽ ഏതായാലും ശിഫ കിട്ടൂല, അല്ലെ? ഇനി കുടിച്ച് എങ്ങനെ പറഞ്ഞതുപോലെല്ല കുടിച്ച്, രാവിലെ കുടിക്കേണ്ടത് വൈകുന്നേരം കുടിച്ചു, വൈകുന്നേരം കുടിക്കേണ്ടത് രാവിലെ കുടിച്ചു, ശിഫ കിട്ടുമോ? കിട്ടൂല. എന്ന ഖുർആൻ ഓതേണ്ടത് അർത്ഥമാലോചിച്ചിട്ടാണ്. അങ്ങനെ ഓതുമ്പോഴേ അതിന്റെ യഥാർത്ഥ ഫലം നുകരാൻ നമ്മൾക്ക് പറ്റുള്ളൂ. കൂലിയൊക്കെ കിട്ടും, കൂലി കിട്ടൂല എന്ന് ഞാൻ പറയില്ല. ഖുർആൻ അർത്ഥമറിയാതെ ഒരാൾ ഓതാണ്, അവർക്ക് കൂലി കിട്ടൂല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനൊരു ഹദീസ് കാണുന്നുണ്ട്, എത്രയെത്ര ഖുർആൻ ഓത്തുകാരാണ് ഖുർആൻ ഓതിക്കഴിഞ്ഞ് മുസ്ഹഫ് പൂട്ടി വെക്കുന്നതിന് മുമ്പേ ആ ഖുർആൻ അവരെ ശപിക്കുന്നുണ്ട്, അവരെ ശപിക്കുന്നുണ്ട്. ആരെക്കുറിച്ചായി പറഞ്ഞത്? എത്ര ഖുർആൻ ഓതുകാരാണ്. പക്ഷേ മുസ്ഹഫ് ഓതി ഖുർആൻ ഓതി പൂട്ടി വെച്ച് എണീറ്റ് പോകുമ്പോ ആ ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സ്വർഗത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഖുർആൻ അനുവദിക്കൂല. ഖുർആൻ തടഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിക്കൂല. അവരെ ഞാൻ നരകത്തിൽ തന്നെ ഇട്ടേച്ചു ഞാൻ പോകുമെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സമുദായത്തിന് വേണ്ടിയാണ് ഓരോ സമയങ്ങളും നീക്കിവെച്ചത്. ഇനി ഒന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം, നബി തങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തെ കുറിച്ച് പറയുന്ന രംഗം ഖുർആനിൽ ഓതുന്നുണ്ട്. എന്താണ് ആയത്ത്? റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. മഹാനായ ഇബ്രാഹിം നബി തന്റെ സമുദായത്തോട് കാണിച്ച താല്പര്യം ആ ഒരു ആയത്ത് ഓതിയപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങിയത്. ഇബ്രാഹിം നബി തന്റെ സമുദായത്തെ കുറിച്ച് പറയുന്ന രംഗം ഖുർആനിൽ ഓതിയിട്ട് നബി തങ്ങൾ കരയാൻ തുടങ്ങി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായവുമായി ബന്ധം വ്യക്തമാക്കുന്ന ആയത്തോതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. എന്താണ് ഇബ്രാഹിം നബി തന്റെ സമുദായവുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്ന ആയത്തേത്? റബ്ബി ഇന്നഹുന്ന അളലന കസീറാ. അല്ലാഹുവേ, എന്റെ സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും വഴിപിഴച്ചു പോയല്ലോ അല്ലാഹ്. ഇബ്രാഹിം നബി പറയാൻ, എന്റെ സമുദായത്തിലെ ഭൂരിഭാഗം ആളുകളും വഴിപിഴച്ചു പോയല്ലോ അല്ലാഹ്. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. ആരാണോ എന്നെ പിൻപറ്റുന്നത് അവന്റെ കൂടെ ഞാനുണ്ട്. നബി തങ്ങൾ അങ്ങനല്ല പറഞ്ഞത്, എന്നെ പിൻപറ്റിയ ആള് കൂടെ മാത്രമല്ല ഞാനുണ്ടെന്നല്ല നബി തങ്ങൾ പറഞ്ഞു. എന്നെ പിൻപറ്റിയാലും പിൻപറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഞാനുണ്ടാകും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്നാൽ മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞത് അങ്ങനെയല്ല. ഫമാ തബിഅനി ഫഇന്നഹു മിന്നി. എന്നെ പിൻപറ്റുന്ന ആളുകൾ അവരുടെ കൂടെയാണ് ഞാൻ ഉണ്ടാവുക.
എന്നാൽ വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം, എന്നോട് ധിക്കാരം കാണിച്ച ആളുകളെ ഞാൻ നിനക്ക് വിട്ടുതരികയാണ്. അല്ലാഹ് നിന്റെ ചോയ്സാണ്. നിനക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാം, വേണമെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാം. ഇബ്രാഹിം നബി ഇങ്ങനെയാണ് സമുദായത്തെ കുറിച്ച് ഖുർആനിൽ അവതരിപ്പിക്കുന്ന രംഗം. ഇനി മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ രംഗമെന്ത്? അല്ലാഹുവേ, എന്റെ സമുദായത്തെ നീ ശിക്ഷിച്ചാൽ അവര് നിന്റെ അടിമകളാണ്, ഞാൻ എതിർക്കൂല. ഈസാ നബി ഇങ്ങനെയാണ് തന്റെ സമുദായത്തോട് ഈസാ നബി അഭിമുഖീകരിക്കുന്ന രംഗം ഇതാണ്. എന്റെ സമുദായത്തെ നീ ശിക്ഷിച്ചാൽ ഞാൻ ആ വിഷയത്തിൽ ഇടപെടൂല, കാരണം അവര് നിന്റെ അടിമകളാണ്. ഇനി നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അതും നിന്റെ ഇഷ്ടമാണ്. ഈ ആയത്തോതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് നബി തങ്ങൾ കരയാണ്, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായം, അല്ലാഹുവേ എന്റെ സമുദായം എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് മുത്ത് റസൂലിന്റെ സമീപത്തേക്ക് പറഞ്ഞു ജിബ്രീലേ, ഹബീബിനോട് ചോദിക്ക്, മുഹമ്മദിനോട് ചോദിക്ക്, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്ക് എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ, ജിബ്രീലിനോട് പറഞ്ഞപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കാൻ അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ്. താങ്കൾ എന്തിനാണ് കരഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നത്, എനിക്ക് എന്റെ ഉമ്മത്തിനെ ഓർത്ത് ഞാൻ കരയാണ്. ഞാനിങ്ങനെ പറയില്ല, എന്നെ പിൻപറ്റിയ ആളുകളെ മാത്രം നീ രക്ഷപ്പെടുത്തിയാൽ പോരാ, അല്ലാഹുവേ എന്റെ സമുദായത്തെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമുദായത്തിന് വേണ്ടി കരഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി ചോദിച്ചപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുന്നത്. അല്ലാഹു ചോദിച്ചു, ജിബ്രീൽ, തങ്ങളുടെ പ്രശ്നം എന്താണ്? ബീവിന്റെ പ്രശ്നം എന്താണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഉമ്മത്തിന്റെ കാര്യമോർത്തിട്ട് കരയാണ് നബി തങ്ങൾ, സമുദായത്തിന്റെ കാര്യമോർത്തിട്ട് കരയാണ്. അപ്പോഴാണ് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞേക്കുന്നത്, മുഹമ്മദിനോട് പറഞ്ഞേക്കണം, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക, നിങ്ങളുടെ സമുദായത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്താം. സമുദായത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല. നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യം, ഒരു വിഷയം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങളുടെ ഉമ്മത്തിനോർത്തിട്ട് നിങ്ങൾ കരയണ്ട. ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസൂക, നിങ്ങളുടെ സമുദായത്തിന്റെ കാര്യത്തിൽ അങ്ങേക്ക് എന്താണോ തൃപ്തിയുള്ളത് അത് ഞാൻ തരാമെന്ന് ഹബീബിനോട് പറയണം, മുത്തുനബിയോട് പറയണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണമെന്ന് അല്ലാഹു പറഞ്ഞേക്കുകയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന് സമാധാനമായത്. ഇനി നമ്മൾ ആലോചിക്കുക, ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതം ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്? നമ്മുടെ സമ്പാദ്യം ആർക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്? ആലോചിക്കേണ്ട വിഷയമല്ലേ? ഇത്രത്തോളം സംഭവം. ഇതും വളരെ ലളിതമായ ചില വിഷയങ്ങളാണ്. ഉമ്മത്തിന് വേണ്ടി നബിത്തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എണ്ണിയാൽ തീരൂല. ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് ആ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ആലോചിക്കേണ്ട സമയമാണ്. ഒരു 100 സ്വലാത്തെങ്കിലും ഹബീബിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു ആയത്തിറങ്ങിയപ്പോഴാണ് നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങിച്ചെന്നിട്ട് വീട്ടിലേക്ക് പോലും കയറാതെ കരഞ്ഞ് തന്റെ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ഒട്ടകങ്ങളെ കെട്ടിവെക്കുന്ന തൊഴുത്തിൽ കൊണ്ടുപോയി തന്റെ ശരീരത്തെ കെട്ടിവെച്ചിട്ട് ഒച്ചത്തിൽ കരയുന്നത് ഒരു ആയത്തിറങ്ങിയപ്പോ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തിയാണ്. എന്ത് ആയത്തെന്നറിയോ?
ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ ഉയർച്ചയിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ ശബ്ദം ഹബീബിനേക്കാൾ ഉയർന്നതായി നിങ്ങളുടെ ശബ്ദം വരാൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ വളരെ ലാഘവത്തോടെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിനോട് നിങ്ങൾ സംസാരിച്ചു പോകരുത്. ഉംറക്ക് പോകുന്ന ആളുകൾക്കറിയാം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീന റൗളയിൽ ഹബീബിനോട് സലാം പറയാൻ പോവേണ്ടത് വളരെ ഓച്ചാനിച്ച് ശബ്ദമില്ലാതെ അച്ചടക്കത്തിൽ പോവേണ്ടതിന് പകരം സെൽഫി സ്റ്റിക്കുമായി തന്റെ നാട്ടിലുള്ള കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്ക് വീഡിയോ കോളുമായി ഭാര്യയ്ക്ക് വീഡിയോ കോൺഫറൻസ് നടത്താൻ എന്ത് തലയിൽ തട്ടമിടാതെ നെറ്റിയിട്ട് കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്ക് ഹബീബിന്റെ റൗളയിൽ ഇരുന്നിട്ട് സെൽഫി സ്റ്റിക്കിലൂടെ വീഡിയോ കോൺഫറൻസ് നടത്തുന്ന കാലം, ഇത് സത്യത്തിൽ സ്നേഹമാണോ കാപട്യമാണോ? ഞാൻ കണ്ടു എന്റെ മുന്നിൽ ഏതോ ഒരു നാട്ടുകാരൻ, കേരളക്കാരൊന്നുമല്ല, ഏതോ ഒരു നാട്ടുകാരൻ ഈ പിന്നിൽ ഈ മൊബൈലും പിടിച്ച് നടക്കുന്നത് ബാക്കിലുള്ള ആളുകളൊക്കെ കാണാൻ. എന്തായി കാണുന്നത്? അവിടെ തല പോലും മറക്കാതെ തട്ടമിടാതെ കിടന്നുറങ്ങുന്ന പെണ്ണ്, ഇതൊക്കെ കാണാൻ ഹബീബിന്റെ റൗളയിൽ. ഇത് ഹബീബിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാൻ പോകുമ്പോ ആ ഹബീബിന്റെ റൗളയിലൂടെ നടന്നു പോകുമ്പോൾ കയ്യിൽ എങ്ങനെയാണ് ചെരുപ്പ് പിടിക്കുക? ചെരുപ്പ് പിടിച്ചിട്ട് പോവാറില്ല വഴിയിലൂടെ. ആ റൗളയുടെ സമീപത്തെത്തുമ്പോൾ നമ്മുടെ മുട്ട് വിറച്ചു പോവാറുണ്ട്. ആരാണ് അവിടെ കിടക്കുന്നത്? ആരാണ് അവിടെ കിടക്കുന്നത്? ഉമ്മത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി പ്രയാസങ്ങൾ മുഴുവനും സഹിച്ച് സമുദായത്തിന് വേണ്ടി കരഞ്ഞ് നാളെ മഹ്ശറയിൽ പോലും സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന്റെ റൗളയിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് കയ്യിൽ ചെരുപ്പ് പിടിച്ച് നമ്മൾക്ക് പോവാൻ പറ്റുക? അദബുകേടല്ലേ അത്? വൃത്തക്കേടല്ലേ അത്? എങ്ങനെയാണ് അവിടെ ഉന്തും തള്ളും തിരക്കുമുണ്ടാക്കുന്നത്? എങ്ങനെയാണ് അവിടെ സെൽഫി എടുക്കുന്നത്, സെൽഫി വീഡിയോ കോൺഫറൻസ് നടത്തുന്നത്? മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ തന്റെ ശബ്ദം അല്പം ഉച്ചത്തിലുള്ള ശബ്ദമായതിന്റെ പേരിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് പള്ളിയിലേക്ക് പോവാതെ, ഹബീബിന്റെ മുന്നിൽ പെടാതെ, തന്റെ ഒട്ടകങ്ങളെ കെട്ടിവെക്കുന്ന തൊഴുത്തിൽ തന്റെ ശരീരത്തെ കെട്ടിവെച്ച് കരയാൻ തുടങ്ങിയത്. നബി തങ്ങൾക്ക് കാണുന്നില്ല സാബിത്തിനെ. അപ്പൊ ചോദിച്ചു, എവിടെ സാബിത്ത്? അവിടെ കാണുന്നില്ലല്ലോ. തങ്ങളെ വിളിച്ചോളേ, സാബിത്ത് അവിടെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് മഹാനായ അബൂ അംർ റളിയല്ലാഹു അൻഹു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോകുന്നത്. പോകുമ്പോ ഒട്ടകങ്ങളെ കെട്ടിവെക്കുന്ന ഒരു തൊഴുത്തിൽ തന്റെ ശരീരത്തെ കെട്ടിവെച്ചിട്ട് വളരെ ഉച്ചത്തിൽ കരയാണ്, അല്ലാഹ് എന്റെ അമല് പൊളിഞ്ഞു പോയല്ലോ അല്ലാഹ്. സാബിത്ത് ചോദിച്ചു, അല്ല അബൂ അംർ ചോദിച്ചു, അല്ല സാബിത്ത് എന്ത് പറ്റി? പള്ളിയിൽ കാണുന്നില്ലല്ലോ, നിങ്ങൾ അന്വേഷിക്കാൻ നബി തങ്ങൾ പറഞ്ഞയച്ചതാ. അപ്പോഴാണ് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയത്? എന്താണ് ആയത്ത്? ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി. നബി തങ്ങളെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. എന്റെ ശബ്ദം ഹബീബിനെക്കാളും ഉയർന്ന ശബ്ദമാണല്ലോ. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്നല്ലേ പറഞ്ഞത്? ഇനി ഞാൻ ഹബീബിന്റെ മുന്നിലേക്കില്ല, എന്റെ കഴിഞ്ഞു പോയ അമലുകൾ മുറിഞ്ഞു പോകുമല്ലോ. അനഫിന്നാർ, ഞാൻ നരകത്തിലേക്കാണോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. എന്റെ അമലൊക്കെ പൊളിഞ്ഞ് എന്നെ കുറിച്ചിറക്കിയ ആയത്താണോ എന്ന് എനിക്ക് പേടി തോന്നാൻ. ഞാനിനി ഹബീബിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്, എന്റെ അമലൊക്കെ പൊളിഞ്ഞു പോയോ എന്ന് പറഞ്ഞിട്ട് കരയാൻ മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് നബി തങ്ങൾ അബൂ അംർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞിട്ട് പറയുന്നത്, സാബിത്തേ, നിങ്ങൾ നരകത്തിലില്ല, അൻത ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗക്കാരനാണ്.
ഇത്രത്തോളം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രാധാന്യവും സ്നേഹവും ജീവിതവും സമർപ്പിച്ച ഒരു സമുദായം കഴിഞ്ഞ് അവരെക്കാളും പ്രാധാന്യം നമ്മൾക്ക് നൽകിയ നബി തങ്ങൾക്ക് നമ്മൾ എന്താണ് തിരിച്ചു കൊടുത്തത്? അതാണ് ഇവിടെ ചർച്ച. ഒരു 100 സ്വലാത്ത് ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു 100 സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, വല്ലാത്ത പേടിയുണ്ട് എന്റെ ശബ്ദത്തിന്റെ കാര്യത്തിൽ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളും സിറാത്ത് പാലം കടക്കാതെ രക്ഷപ്പെടൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എല്ലാവരും സിറാത്ത് പാലം കടക്കണം. സിറാത്ത് പാലം കടക്കാതെ ഒരു കുഞ്ഞുമോന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്താ സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ? ജിസ്റുൻ മൽറൂബ്, ഒരു പാലമാണ്. ആ പാലം മുടിയേക്കാളും നേരിയത്, വാളിനേക്കാളും മൂർച്ചയുള്ളത്. എന്നാ പിന്നെ സർക്കസിൽ പോകുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റുമായിരിക്കും അല്ലെ? സർക്കസിലൊക്കെ കാണുന്നുണ്ടല്ലേ, നല്ല റോപ്പിൽ സഞ്ചരിക്കുന്ന ആൾ എത്ര കൂളായിട്ടാണ് ഒരു 10-100 നിലയുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് യാതൊരു കുസലില്ലാതെ അല്ലെ റോപ്പിലൂടെ നടന്നു പോകുന്നത്. അവർക്കൊക്കെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? നോ ചാൻസ്. അവിടെ രക്ഷപ്പെടുന്നത് ആർക്കാണ് ഹബീബുമായി ബന്ധമുള്ളത് അവര് മാത്രമായിരിക്കും രക്ഷപ്പെടുക. നബിത്തങ്ങൾ പാലത്തിന്റെ അപ്പുറത്ത് കിടന്നിട്ട് അവിടെ നിന്ന് നബിത്തങ്ങളുടെ സമുദായം പാലത്തിലേക്ക് കിടക്കുമ്പോൾ ചെയ്യുന്നൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹ്. ആ പാലത്തിലൂടെ കടന്നു വരുന്നത് എന്റെ സമുദായമാണല്ലാ, അവരെ നീ രക്ഷപ്പെടുത്തേണമേ അല്ലാ. എന്റെ സമുദായമാണ് ആ പാലത്തിൽ കിടക്കുന്നത്, രക്ഷപ്പെടുത്തേണമേ അല്ലാ എന്ന് നബി തങ്ങളുടെ സമുദായത്തിലെ ഓരോ ആളുകളും കടന്നു പോകുമ്പോ പാലത്തിന്റെ മറുതലക്കൽ നിന്ന് നബി തങ്ങൾ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി. ഇനി ഇവരൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്തു തന്നു? നമ്മുടെ വിലപ്പെട്ട സമയം കവർന്നെടുത്തു എന്നല്ലാതെ, നമ്മുടെ സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി വലിയ കോടീശ്വരന്മാരായി വലിയ വലിയ റോയൽ വാഹനങ്ങളിൽ അവർ സഞ്ചരിച്ചു എന്നല്ലാതെ നമ്മുടെ സമുദായത്തിന് എന്ത് ചെയ്തു തന്നു എന്ന് അല്പം പോലും തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലയിൽ തലച്ചോറ് അല്പമെങ്കിലും ബാക്കിയുള്ള ചെറുപ്പക്കാർ ആലോചിക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വാഗ്വാദങ്ങളും തർക്കങ്ങളും സംവാദങ്ങളും നിർത്തി ഒന്ന് മാന്യമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ, ഈ സ്വഹാബാക്കൾ നബിത്തങ്ങൾക്ക് സമർപ്പിച്ചത് ഇങ്ങനെയാണ് ജീവിതം. നബിത്തങ്ങൾ ഒരിക്കൽ വളരെ സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ് മഹാനായ ഒരു സ്വഹാബി ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, മുഖത്ത് വല്ലാതെ പ്രസന്നതയുണ്ടല്ലോ, വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, എന്തു പറ്റി? ഇത് നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വമാലീ ലാ തത്വീബു നഫ്സി, എന്റെ ശരീരം എങ്ങനെയാണ് സന്തോഷം ലഭിക്കാതിരിക്കുന്നത്? നിങ്ങൾ ഇനി ആർക്കും ഇങ്ങനത്തെ ബോക്സ് കൊടുക്കരുത് കേട്ടോ. മോണിറ്റർ എന്ന് വെച്ചാൽ മോണിറ്റർ തന്നെ കൊടുക്കണം, അതിലേ ക്ലാരിറ്റി കിട്ടും. എങ്ങനെയാണ് എന്റെ മനസ്സിന്, എന്റെ ശരീരത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കാതിരിക്കുന്നത്? എന്റെ സമീപത്ത് നിന്ന് ജിബ്രീൽ ഇപ്പോൾ പോയിട്ടേയുള്ളൂ. ജിബ്രീൽ ഇവിടെ നിന്ന് പോയിട്ടേയുള്ളൂ. എന്റെ അടുത്ത് നിന്ന് ജിബ്രീൽ വിട പറഞ്ഞിട്ടേയുള്ളൂ. ജിബ്രീൽ ഇവിടെയായിരുന്നു. എന്നോട് പറഞ്ഞു, മൻ സല്ലാ അലൈക മിൻ ഉമ്മതിക സ്വലാത്തൻ വാഹിദ, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ അങ്ങേക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, അങ്ങക്ക് വേണ്ടി താങ്കളുടെ സമുദായത്തിലെ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് വേണ്ടി അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുമെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. ഞാൻ സന്തോഷിക്കാതിരിക്കുമോ? കാരണം എന്റെ സമുദായത്തിന് കിട്ടുന്ന ഓഫറാണല്ലോ ഇത്. അങ്ങേക്ക് വേണ്ടി ഒരു സ്വലാത്ത് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ചൊല്ലിയാൽ അവരുടെ 10 പാപം, 10 തിന്മകൾ, 10 ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ട് പോയിട്ടേയുള്ളൂ. എന്റെ സമുദായത്തിന് കിട്ടുന്ന ഓഫറല്ലേ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ
നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ഞാൻ സ്വർഗീയ ലോകത്ത് 10ഓളം സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് മലക്ക് പറഞ്ഞു. വിട പറഞ്ഞിട്ട് പോയിട്ടേയുള്ളൂ, ഞാൻ അങ്ങനെ സന്തോഷിക്കാതിരിക്കും. അതും എന്റെ സമുദായത്തിന് വേണ്ടിയല്ലേ. അതുമാത്രമല്ല, ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നുണ്ട്. കേൾക്കണം സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകൾ, അവസാനമായി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാൻ. ഞാൻ നിർത്താൻ പോവാൻ. നിർത്തുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സുബഹി നിസ്കാരത്തിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ അന്ന് നിങ്ങൾ ചെയ്ത 1000 തിന്മകളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. 100 സ്വലാത്ത് ചൊല്ലിയാൽ മതി. സുബഹി നിസ്കാരത്തിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ 1000 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഉസ്താദേ ഞങ്ങൾ 1000 തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലെങ്കിലോ? നിങ്ങൾ എത്ര 100 തെറ്റാണോ ചെയ്തത്, അത് മായ്ച്ച് ബാക്കി 900 ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുക, അത് വേറെ വിഷയമാണ്. നിങ്ങൾ അങ്ങനെ പറയാൻ, ഞാൻ 100 തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ, അപ്പൊ എന്തുണ്ടാവും? ആ 100 ഇവിടുന്ന് ഡിലീറ്റ് ആകും, ബാക്കിയുള്ള 900 ഇവിടേക്ക് വരും, വീണ്ടും നമ്മുടെ സ്ഥാനത്തെത്തിക്കാം. ചെല്ലിക്കൂടെ നിമിത്തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്ത് ചെല്ലാൻ 10 മിനിറ്റ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ സമയം വരെ പകലിൽ ഒരു 100 സ്വലാത്ത്, മഗ്രിബ് കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയത്ത് ഒരു 100 സ്വലാത്ത്, രാവിലെ 10 മിനിറ്റ്, രാത്രി 10 മിനിറ്റ് നിമിത്തങ്ങൾക്ക് വേണ്ടി. അള്ളാഹു ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുകയാണ് നമ്മൾക്ക് വേണ്ടി. സുബഹി മുതൽ വൈകുന്നേരം വരെ ദുആ ചെയ്യാൻ ഒരു സ്വലാത്തിന് ഒരു മലക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിയാൽ 1000 മലക്കുകളോ? അങ്ങനെ ലോകത്തുള്ള ആളുകൾക്ക് എത്ര മലക്കുണ്ടാകും? ഇത് അള്ളാഹുവിന്റെ പട്ടാളമാണ്. ഇത് അള്ളാഹുവിന്റെ പട്ടാളമാണ്. അള്ളാഹുവിന്റെ പട്ടാളത്തെ നമ്മൾക്ക് കണക്കാക്കാൻ പറ്റൂല. ഇത് അള്ളാഹുവിന്റെ സൈന്യമാണ്. അള്ളാഹുവിന്റെ സൈന്യത്തെ കണക്കാക്കാൻ നമ്മൾക്ക് പറ്റൂല. അത് ഒരുപാടാണ്. ഓരോ ചെടികൾക്ക് കീഴിലും ഒരു മലക്കുണ്ട് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നതായിട്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു ചെടി, അവിടെ കാണുന്ന പുൽമേടുകൾ, അതിലുള്ള ഓരോ ഇലകൾക്കും താഴെ ഒരു മലക്കുണ്ട് അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചെല്ലുന്ന മലക്കുകൾ ഓരോ പുൽച്ചെടികൾക്കും. അപ്പൊ അള്ളാഹുവിന്റെ പട്ടാളത്തെ കണ്ടിട്ട് പേടിക്കാൻ നിൽക്കേണ്ടത് പിണറായിയുടെ പോലീസല്ല, പ്രധാനമന്ത്രിയുടെ പട്ടാളമല്ല, അള്ളാഹുവിന്റെ പട്ടാളം. അവര് ഒരു സ്വലാത്തിന് ഒരു മലക്കെന്ന രീതിയിൽ അള്ളാഹു നമ്മൾക്ക് വേണ്ടി ഏൽപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ ഒരൊറ്റൊരു സംഭവം കൂടി പറയാണ്, അത് ഞാൻ നിർത്തും. തങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ബാക്കി ബഷീർ സമയം 11 മണിക്ക് നമ്മൾ നിർത്തുന്ന സമയമാണ്. ഇന്ന് തുടങ്ങിയത് തന്നെ 11 മണിക്കാണ്. കുഴപ്പമില്ല, സാംസ്കാരിക സമ്മേളനമൊക്കെ ഉള്ളത് കൊണ്ട് വൈകി, അത് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നത് വളരെ വിഷമത്തോടെയാണ്. വീട്ടിലിങ്ങനെ ദുഃഖിതനായിരിക്കുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ നിങ്ങൾക്ക് എന്ത് പറ്റി നബിയേ? അറാക ഹസീന, അങ്ങേ ദുഃഖിതനായി വല്ലാത്ത വേദനയോടെ ടെൻഷനോടെ കാണുന്നുണ്ടല്ലോ, ദുഃഖിതനായി കാണുന്നുണ്ടല്ലോ. അങ്ങേക്ക് എന്തു പറ്റി നബിയേ? എന്തു പറ്റി അങ്ങേക്ക്? ഞാൻ താങ്കളെ വല്ലാതെ ദുഃഖിതനായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നബി തങ്ങൾ പറഞ്ഞ മറുപടി, ആയിഷ ഇന്ന് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞാനൊരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ കൊതിക്കുകയാണ്. ആ കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല, ഞാൻ ചെയ്തു പോയി. പക്ഷെ ചെയ്തതിന് ശേഷം ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി, ഇത് വേണ്ടായിരുന്നു. എന്തു പറ്റി നബിയെ? ഏതാണ് ആ പ്രവൃത്തി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ കൈകളിൽ നിന്ന് കഅബയുടെ താക്കോല് വാങ്ങിച്ച് ഫത്ഹ് മക്ക നടന്ന ദിവസമാണ്. എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മക്കയുടെ വിജയം ആസ്വദിക്കുന്ന സമയത്ത് ദുഃഖിതനായിരിക്കുന്ന ഹബീബിനെ കണ്ടപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, അല്ലാഹുവിന്റെ ഹബീബേ, എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സമയം ചെലവഴിക്കുമ്പോ എന്തേ നിങ്ങൾ ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത്? നബി തങ്ങൾ എപ്പോഴാണ് പറഞ്ഞത്, ആ പരിശുദ്ധമായ കഅബയുടെ താക്കോൽ ഞാൻ ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ട്
അകത്തേക്ക് കടന്നിട്ട് 2 റക്അത്ത് ഞാൻ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. കഅബയുടെ അകത്ത് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. പക്ഷെ അല്ലാഹു എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. തെറ്റൊന്നുമില്ല. അല്ലാഹു എന്നോട് കഅബയുടെ അകത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ കഅബയുടെ അകത്ത് നിസ്കരിച്ചു പോയി ആയിഷ. അതിലെന്താണ് നബിയെ ദുഃഖിക്കാനുള്ളത്? അതിലെന്താണ് നബിയെ ഇത്ര വിഷമിക്കാനുള്ളത്? അത് സന്തോഷമുള്ള കാര്യമല്ലേ? അത് പുണ്യമുള്ള കാര്യമല്ലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിച്ചപ്പോഴാണ് ലോകത്തിന്റെ മുത്ത് റസൂലുള്ളാഹ് നമ്മുടെ സമുദായം ഉമ്മത്തെ എത്രത്തോളം നമ്മൾക്ക് പരിഗണന നൽകി എന്നറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എത്രത്തോളം സമുദായത്തെ പരിഗണിച്ചു എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. എന്റെ കാലശേഷം, എന്റെ വഫാത്തിന്റെ ശേഷം ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും വേണ്ടി മക്കയിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ കഅബ കാണുമ്പോ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ അതിന് ഉന്തും തള്ളുമായി ഹജറുൽ അസ്വദ് ചുംബിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആലോചിക്കുന്നത്, എന്റെ ഹബീബ് കഅബയുടെ അകത്തളങ്ങളിൽ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, എനിക്കുമൊന്ന് കഅബയുടെ അകത്തളങ്ങളിൽ നിസ്കരിക്കണമല്ലോ. പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ നിസ്കരിച്ചത് കാരണം ശേഷം വരുന്ന ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും കഅബയുടെ അകത്ത് നിസ്കരിക്കാൻ. പക്ഷെ അവർക്കാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ അവർക്കൊരു വിഷമം വരും. പഠിച്ചു നബി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് വിഷമം വരും. ആ വിഷമം ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ദുഃഖിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്റെ ഉമ്മത്തിന്റെ വിഷമം ഉണ്ടായത്. യാ അല്ലാഹ്, ഉമ്മത്തിന്റെ വിഷമം നബി തങ്ങൾ കണ്ടറിഞ്ഞിട്ട് വിഷമിച്ച് കരയാണ്. ഞാനങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്റെ സമുദായത്തിന് ശേഷം ദുഃഖം വരുന്നത്. അവരുടെ ദുഃഖമോർത്ത് ഞാൻ വിഷമിക്കുകയാണ്. ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, എനിക്കത് വേണ്ടായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും തെറ്റിലേക്കും തിന്മയിലേക്കും പോകുമ്പോൾ സ്വലാത്തിലൂടെ ആ തിന്മകളെ മായ്ച്ചു കളയാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുക. ഡ്രൈവ് ചെയ്യാണെങ്കിലും, വണ്ടി ഓടിക്കുകയാണെങ്കിലും, വീട്ടിൽ കിച്ചണിലാണെങ്കിലും, അലക്കുകയാണെങ്കിലും, അടിക്കുകയാണെങ്കിലും, നടക്കുകയാണെങ്കിലും സ്വലാത്ത് ഹബീബിന്റെ പേരിൽ അധികരിക്കും തോറും നമ്മുടെ തിന്മയുടെ ഏടിങ്ങനെ കുറഞ്ഞു വരും, കാലിയായി വരും. وأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا. ഒരാളുടെ നന്മയുടെ ഏട് വലങ്കയിൽ നൽകപ്പെട്ടാൽ അവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലെത്താം. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. നന്മയുടെ ഈ നമ്മുടെ തിന്മയുടെയും നന്മയുടെയും ഏടുകൾ ഉണ്ടാകുമ്പോൾ ആ ഏട് വലങ്കയിൽ നൽകപ്പെടണമെങ്കിൽ നന്മയുടെ ഏടിന് ഭാരം വേണം. ആ ഭാരം ഉണ്ടാവാൻ സലാത്ത് വർദ്ധിപ്പിക്കും തോറും ഒരു സലാത്തിന് 10 തിന്മകൾ എന്ന രീതിയിൽ മുഴുവനും ഇത് ഡിലീറ്റ് ചെയ്യപ്പെടാൻ. മായ്ച്ചു എന്ന് പറഞ്ഞ പിന്നെ അത് കാണുക പോലും ഇല്ല. എന്റെ അസർ, അതിന്റെ അടയാളം പോലും ഉണ്ടാവില്ല. മായ്ച്ചു കളയും ചെറുദോഷങ്ങൾ. അള്ളാഹു പുറത്തു തരട്ടെ.